ഹായ്, ഇന്ന് നമുക്ക് ഹോട്ട് ടോപ്പിക്സിൽ നോക്കാനുള്ളത് പോർച്ചുഗീസുകാർ എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിനു മുന്നേ ആദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത്. ആദ്യം ആരാണ്? പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, ദെൻ ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഇത് ഓർത്തു വെക്കാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കോഡ് ഉണ്ട് അല്ലേ, പോഡ ബീഫെ എന്നുള്ളത്. ഓക്കെ, അതൊന്ന് അറിയാത്തവർ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പോഡ ബീഫെ അല്ലെ, ആ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പോഡ ബീഫെ എന്നുള്ളത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഓക്കെ, അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അപ്പോൾ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം നമുക്ക് കിട്ടി. എന്താണ്? പോർച്ചുഗീസുകാർ ആദ്യം വന്നു, പിന്നെ ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, ദെൻ ആര്? ഫ്രഞ്ചുകാർ. ഇനി നമ്മോട് ചോദിക്കാണ്, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്താണ്? കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യന്മാർ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. എന്താണ്? പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. അപ്പോൾ നമ്മോട് ചോദിക്കാണ്, അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? നമ്മൾ പോർച്ചുഗീസുകാർ എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അതിന് മുന്നേയും കുറെ ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ചോദിച്ചാൽ അത് അറബികളാണ്. ഓക്കെ, പോർച്ചുഗീസുകാർ എന്താണ്? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ. ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് പോർച്ചുഗീസുകാർ എഴുതാം. പക്ഷേ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതാരാണ്? അത് അറബികളാണ്. ഇനി നമ്മോട് ചോദിക്കണം, ഇന്ത്യ വിട്ടുപോയ അവസാന യൂറോപ്യന്മാർ, ഇവർ ആദ്യം വന്നു, അവസാനം തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇന്ത്യ വിട്ടുപോയ അവസാന യൂറോപ്യന്മാരും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ശ്രദ്ധിച്ചു കേൾക്കണേ. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. AD 1453 ആ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. AD 1453 1453 1453 എന്ത് ചെയ്തു? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുകയാണ്. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രവേശന കവാടായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. പക്ഷേ AD 1453 തുർക്കികൾ എന്ത് ചെയ്യുകയാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ അങ്ങോട്ട് കീഴടക്കാണ്. പിന്നെന്താ ചെയ്യുക? ഇത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തുകയാണ്. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർ കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള ഒരു വാണിജ്യപാത കണ്ടെത്തണം അല്ലെ. അവരുടെ കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തുമ്പോൾ, അതായത് ഈ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധം ഏതിലൂടെയായിരുന്നു? ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയായിരുന്നു. പക്ഷെ അത് തുർക്കികൾ കീഴടക്കിയ പിന്നെ അതിലൂടെ ഇവരുടെ കാര്യങ്ങളൊക്കെ നടക്കുമോ? ഇല്ല. ഈ ഒരു സമയത്ത് യൂറോപ്യന്മാർക്ക് കടൽ മാർഗം അല്ലെ, അവർക്ക് എന്ത് വേണം? യൂറോപ്യന്മാർക്ക് കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള ഒരു വാണിജ്യപാത കണ്ടെത്തേണ്ടത് ആവശ്യമായിട്ട് വരികയാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇനി ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ, നമ്മൾ പോഡ ബീഫെ പഠിച്ചല്ലോ. പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്. അതില് ഡച്ചുകാരാണ് എന്ത് ചെയ്തത്? ആദ്യം തിരിച്ചുപോയ വിദേശികൾ എന്ന് പറയുന്നത്. അവസാനം തിരിച്ചുപോയത് ആരായിരുന്നു? അത് പോർച്ചുഗീസുകാരാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. പക്ഷെ ഡച്ചുകാരാണ് ആദ്യം തിരിച്ചുപോയത്. അവസാനം പോയത് പോർച്ചുഗീസുകാര്, ആദ്യം വന്നതും പോർച്ചുഗീസുകാര്. എന്നാൽ ആദ്യം തിരിച്ചുപോയ വിദേശികൾ അത് ഡച്ചുകാരാണ്. ഇനി പറങ്കികൾ എന്നറിയപ്പെടുന്നത്, ഇതൊക്കെ പിവയ്ക്കാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാ? പോർച്ചുഗീസുകാർ. പാരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ആരാ? ഫ്രഞ്ചുകാര്. ഓക്കെ, ഇനി ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലൻഡുകാരെന്നും പറയും. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലൻഡുകാർ. വെള്ളക്കാർ എന്താണ്? വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? അല്ലെങ്കിൽ ശീമക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരാണ്. ലന്തക്കാർ
എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലൻഡുകാർ. ഇനി വെള്ളക്കാർ അല്ലെങ്കിൽ ശീമക്കാർ, വെള്ളക്കാർ എന്നും പറയും, അതുപോലെ ശീമക്കാർ എന്നും പറയും. എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരാണ്. അപ്പൊ കറക്റ്റ് കിട്ടിയോ? പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാ? പോർച്ചുഗീസുകാർ. പാരന്തരീസുകാർ എന്നറിയപ്പെടുന്നത് ആരാ? ഫ്രഞ്ചുകാർ. ഇനി എന്താണ്? ലന്തക്കാർ, ലന്തക്കാർ എന്നറിയപ്പെടുന്നത് നെതർലൻഡുകാർ. വെള്ളക്കാർ അല്ലെങ്കിൽ ശീമക്കാർ എന്ന് അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരാണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കുക. ഓക്കെ, ഇത് എന്ത് ചെയ്യും? നമുക്ക് എന്താ ചേരുംപടി ചേർക്കാനായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ എന്താ ചെയ്യുക? എന്തായാലും അത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഈ പോർച്ചുഗീസുകാര് എന്താണ്? ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ ഒന്നാമൻ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, അത് കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു എന്ത് ചെയ്തത്? പോർച്ചുഗൽ രാജാവ് ആരായിരുന്നു? ഡോം മാനുവൽ ഒന്നാമൻ. അന്നത്തെ പോർച്ചുഗൽ രാജാവായിട്ടുള്ള ഡോം മാനുവൽ ഒന്നാമൻ ആരെ അയക്കുന്നത്? നമ്മുടെ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അപ്പൊ ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവായിട്ടുള്ള ഡോം മാനുവൽ ഒന്നാമൻ വാസ്കോഡ ഗാമയെ എവിടേക്ക് അയക്കുന്നത്? ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അങ്ങനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ചോദിച്ചാൽ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി ആരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. ആരാണ്? പോർച്ചുഗീസുകാരാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോ വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് എന്നാണ്? 1498 മെയ് 20-നാണ്. ഓക്കെ, 1498 മെയ് 20-നാണ് വാസ്കോഡ ഗാമ എവിടെ എത്തുന്നത്? കേരളത്തിൽ ആദ്യമായി എത്തിയത്. ഓക്കെ, അപ്പൊ ഈ വർഷവും ഡേറ്റും ഒന്ന് കൃത്യമായിട്ട് പഠിച്ചേ. 1498 മെയ് 20. 1498 മെയ് 20 എവിടെ എത്തിച്ചേർന്നു വാസ്കോഡ ഗാമ? കേരളത്തിൽ എവിടെയാണ്? കോഴിക്കോട് കാപ്പാടാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി പോർച്ചുഗീസുകാർ കാപ്യ എന്ന് വിളിച്ചിരുന്ന പ്രദേശമാണ് ഈ കാപ്പാട് എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാര് കാപ്യ എന്ന് വിളിച്ചിരുന്ന പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? കാപ്പാട് ട്ടോ. പോർച്ചുഗീസുകാർ കാപ്യ എന്ന് വിളിച്ചിരുന്ന പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? കാപ്പാട് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വച്ചേക്കുക. അതുപോലെ പോർച്ചുഗീസുകാർ കലേക്കുറ്റ് എന്ന് വിളിച്ചിരുന്ന പ്രദേശം ഏതാണ്? നമുക്കറിയാലേ, നമ്മൾ ഇപ്പോഴും പറയുന്ന എന്താണ്? കാലിക്കറ്റ് എന്നാണ് അല്ലെ. കലേക്കുറ്റ് എന്ന് വിളിച്ചിരുന്നത് അപ്പൊ ഏതാണ്? കോഴിക്കോടാണ് എന്നുള്ളതും ഓർത്തു വച്ചേക്കുക. ഓക്കെ, ഇനി വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. ആരാണ്? അൽവാരോ വെൻഹോവ് വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് ആരെന്ന് പറയുന്നത്? അൽവാരോ വെൻഹോവ്. പോർച്ചുഗീസ് നാവികനായിരുന്നു അൽവാരോ വെൻഹോവ്. അങ്ങനെ വാസ്കോഡ ഗാമ അപ്പോ ഒറ്റക്കല്ല കേട്ടോ എത്തുന്നത്. വാസ്കോഡ ഗാമക്കൊപ്പം ആളുകളുണ്ട്. അപ്പോൾ പോർച്ചുഗീസ് നാവികനായിട്ടുള്ളത് അൽവാരോ വെൻഹോവ് ആണ്. ഇനി വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ അത് സെന്റ് ഗബ്രിയേൽ ആണ് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കാം. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അനുഗമിച്ചു വന്ന കപ്പലുകളാണ് സെന്റ് റാഫേലും ദിബെറിയോ എന്നുള്ളതും. അപ്പം വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേൽ ആണ്. വാസ്കോഡ ഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകൾ സെന്റ് റാഫേലും ദിബെറിയോ എന്നുള്ളതുമാണ്. സെന്റ് റാഫേലും ദിബെറിയോ എന്നുള്ളതാണെന്നുള്ളതും കൂടെ ഓർത്തു വച്ചേക്കാം. ഇനി വാസ്കോഡ ഗാമ കോഴിക്കോട്ട് നഗരത്തിനടുത്തുള്ള കോവിലകത്ത് ചെന്ന് സാമൂതിരിയെ സന്ദർശിച്ചെങ്കിലും അദ്ദേഹം കച്ചവടത്തോട് എതിർപ്പ് കാട്ടി. അപ്പൊ വാസ്കോഡ ഗാമ എന്ത് ചെയ്യാണ്? കോഴിക്കോട് നഗരത്തിനടുത്തുള്ള കോവിലകത്ത് ചെന്ന്
സാമൂതിരിയെ സന്ദർശിച്ചു. അദ്ദേഹം കച്ചവടത്തോട് നമ്മുടെ സാമൂതിരി കച്ചവടത്തോട് എതിർപ്പ് കാട്ടുകയാണ്. ഇതേ തുടർന്ന് 1498 ഓഗസ്റ്റിൽ വാസ്കോഡ ഗാമക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? കോഴിക്കോട് വിടേണ്ടി വന്നു. അപ്പൊ എന്നാ വന്നിട്ടുണ്ടായിരുന്നത്? 1498 മെയ് 20 വന്നു. പക്ഷെ 1498 ഓഗസ്റ്റില് വാസ്കോഡ ഗാമക്ക് തിരിച്ച് കോഴിക്കോട് വിടേണ്ടി വരികയാണ്. യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിന്റെ ക്ഷണം അനുസരിച്ച് എവിടെ ഇറങ്ങാണ്? കണ്ണൂരിൽ ഇറങ്ങുകയാണ്. യാത്ര തുടർന്നു. പക്ഷെ യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിന്റെ ക്ഷണം അനുസരിച്ചിട്ട് എവിടെ ഇറങ്ങാണ്? ആ കണ്ണൂരിൽ ഇറങ്ങുകയാണ്. അവിടെ ഇതൊരു കഥ പോലെ കേട്ടിരുന്നാൽ മതി, ഒരു ബുദ്ധിമുട്ടില്ല പഠിക്കാനായിട്ട്. അങ്ങനെ അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും ആര് വാഗ്ദാനം ചെയ്യുകയാണ്? നമ്മുടെ കോലത്തിരി രാജാവ് വാഗ്ദാനം ചെയ്യുകയാണ്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെ പറ്റി കോലത്തിരി വാസ്കോഡ ഗാമയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെ പറ്റി എന്ത് ചെയ്യുകയാണ്? കോലത്തിരി വാസ്കോഡ ഗാമയുമായിട്ട് എന്ത് ചെയ്യാണ്? കരാറിൽ ഏർപ്പെട്ടു. വാസ്കോഡ ഗാമ 1498 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട്, അങ്ങനെ വാസ്കോഡ ഗാമ എന്ത് ചെയ്യുകയാണ്? 1498 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് എവിടെ? ലിസ്ബണിൽ എന്നാ എത്തുന്നത്? 1499 എവിടെ എത്തുകയാണ്? ലിസ്ബണിൽ എത്തുകയാണ്. വാസ്കോഡ ഗാമയുടെ യാത്രക്ക് ചെലവായ തുകയുടെ ഇത് SCERT കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. വാസ്കോഡ ഗാമയുടെ യാത്രക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചിട്ടുള്ളത്. അപ്പൊ വാസ്കോഡ ഗാമ ഇങ്ങോട്ട് വന്ന യാത്രക്ക് ചെലവായ തുകയുടെ എത്ര ഇരട്ടി? 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി പോർച്ചുഗീസുകാരുടെ കാർട്ടസ്. എന്താണ് ഈ കാർട്ടസ് എന്ന് പറയുന്നത്? ഇത് PYക്കാണ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് ആയിരുന്നു കാർട്ടസ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗമായിട്ട് മറ്റു കപ്പലുകൾ വരുമല്ലോ ഇതിനു വേണ്ടിയിട്ട്, കച്ചവടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ആ കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അവർക്കത് തടയണം. അതിനു വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് ആണ് എന്തെന്ന് പറയുന്നത്? കാർട്ടസ് എന്ന് പറയുന്നത്. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലുകളും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് എന്ത് വേണം? പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ നിശ്ചിത സംഖ്യ കരം നൽകി എന്ത് ചെയ്യണം? കാർട്ടസ് സ്വന്തമാക്കണമായിരുന്നു. ഓക്കെ, അപ്പോ ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലുകളും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർക്ക് ആദ്യം എന്ത് ചെയ്യണം? ഒരു നിശ്ചിത സംഖ്യ കരം നൽകണം, അല്ലെ? അല്ലെങ്കിൽ നികുതി എന്നൊക്കെ പറയല്ലോ, അത് നൽകണം. അങ്ങനെ ആ കാർട്ടക്സ് സ്വന്തമാക്കണമായിരുന്നു. ഓക്കെ, അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി കാർട്ടക്സിൽ കപ്പലിന്റെ വലുപ്പം. കാർട്ടക്സിൽ എന്താണ്? കപ്പലിന്റെ വലുപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ. എന്തൊക്കെയാണ് ആ കാർട്ടക്സിൽ ഉണ്ടാവുക? കപ്പലിന്റെ ഒരു പാസ്ബുക്ക് നമ്മൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം കാർട്ടക്സിൽ എന്തുണ്ടാവണം? വരുന്ന കപ്പലിന്റെ എന്തുണ്ടാവണം? വലിപ്പം വേണം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ ഉൾക്കൊള്ളണം, അതുപോലെ ചരക്കിന്റെ വിവരങ്ങൾ വേണം, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ കപ്പലിന്റെ വലിപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങള്, ചരക്കിന്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം, അല്ലെ? ഈ വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ എന്ത് ചെയ്യും? അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ എന്ത് ചെയ്യും? കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. ഓക്കെ, അങ്ങനെ 1499 വാസ്കോഡ ഗാമ ലിസ്ബണിൽ എത്തിയ ശേഷം, നമ്മൾ പറഞ്ഞല്ലോ 1499 എവിടേക്ക് ലിസ്ബണിൽ എത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവിടെ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് മറ്റൊരു പ്രതിനിധിയെ അയക്കാണ്. അതാരാണ്? അൽവാരിസ് കബ്രാള്. ഓക്കെ,
ആ അൽവാരിസ് കബ്രാളിനെയാണ് അയക്കുന്നത്. 1499 വാസ്കോഡ ഗാമ ലിസ്ബണിൽ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധി ആരാന്ന് ചോദിച്ചാല് അതാരാണ്? അൽവാരിസ് കബ്രാള്. ആ വർഷം കൂടെ ഒന്ന് നോക്കി വെച്ചേക്ക, 1500. ഓക്കെ, സാമൂതിരിയുമായി ധാരണയിലെത്തിയ അൽവാരിസ് കബ്രാളിന്റെ പ്രതിനിധിയാണ്. സാമൂതിരിയുമായിട്ട് ധാരണയിലെത്തി ആര്? അൽവാരിസ് കബ്രാളിന്റെ പ്രതിനിധി അതാരാണ്? ഐറസ് കൊറിയ. ഐറസ് കൊറിയ ഒന്ന് പഠിച്ചു വെച്ചേക്ക, ഐറസ് കൊറിയ. ഓക്കെ, ഇനി എന്താണ്? ഇനി കോഴിക്കോട്ടെ അറബികളുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് കബ്രാളിന്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം കൊച്ചിയിലെത്തിയത് എന്നാന്ന് ചോദിച്ചാല്, കോഴിക്കോട്ടെ അറബികളുമായിട്ടുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് കബ്രാളിന്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം എവിടെ എത്തുകയാണ്? കൊച്ചിയിലെത്തിയത് 1500 ഡിസംബർ 25-നാണ്. എന്നാണ് 1500 ഡിസംബർ 25-നാണ് കോഴിക്കോട്ടെ അറബികളുമായി ആരായിട്ടുണ്ടായത്? അറബികളുമായിട്ടുണ്ടായ പ്രശ്നത്തെ തുടർന്ന് കബ്രാളിന്റെ നേതൃത്വത്തിലുള്ള ആരുടെ നേതൃത്വത്തില്? കബ്രാളിന്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം എവിടെ എത്തുകയാണ്? കൊച്ചിയിലെത്തിയത് 1500 ഡിസംബർ 25-നാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഇനി കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ കൊച്ചി രാജാവ് അവർക്ക് എന്ത് ചെയ്യുകയാണ്? കൊച്ചി രാജാവ് അവർക്ക് അനുവാദം നൽകുകയാണ്. അങ്ങനെ കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ കൊച്ചി രാജാവ് അവർക്ക് അനുവാദം നൽകുകയും ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. ഓക്കെ, ഇനി വാസ്കോഡ ഗാമക്കും കബ്രാളിനും ശേഷം ഇന്ത്യയിലെത്തിയ മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിന് നേതൃത്വം നൽകിയത്. വാസ്കോഡ ഗാമക്കും കബ്രാളിനും ശേഷം ഇന്ത്യയിൽ എത്തിയ മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിന് നേതൃത്വം നൽകിയത് ജാവോഡോ നോവ. ആരാണ്? ജാവോഡ നോവ. ആരാണ്? ജാവോഡ നോവ. അപ്പൊ വാസ്കോഡ ഗാമക്കും കബ്രാളിനും ശേഷം, ഇപ്പൊ വാസ്കോഡ ഗാമ വന്നു, അൽവാരിസ് കബ്രാൾ നമ്മൾ പറഞ്ഞു, ഇവർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിന് അതിന് നേതൃത്വം നൽകിയ ആളാണ് ഈ ജാവോഡ നോവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഓരോന്നും ഓർഡറിൽ അങ്ങനെ എഴുതി പോയാൽ മതി. എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. പക്ഷെ ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോൾ ഇത് ആദ്യമാണോ രണ്ടാമതാണോ മൂന്നാമതാണോ എന്നുള്ളതൊക്കെ ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ആ വർഷങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി വാസ്കോഡ ഗാമ രണ്ടാമതായിട്ട് പിന്നെ കേരളത്തിൽ വരുന്നുണ്ട്. 1498 വാസ്കോഡ ഗാമ വന്നു, തിരിച്ചുപോയി. 1499 ലിസ്ബണിൽ എത്തുന്നുണ്ട്. പിന്നെ വീണ്ടും രണ്ടാമതായിട്ട് ഇത് ചോദിച്ചിട്ടുള്ളതാണ്, PYQ ആണ്, എന്നാണ് എത്തുന്നത് എന്നുള്ളത് 1502 വാസ്കോഡ ഗാമ രണ്ടാമതായിട്ട് കേരളത്തിൽ എത്തുന്നത്. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. അപ്പോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി, അഡ്മിറൽ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് നമ്മുടെ മാനുവൽ രാജാവാണ്. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്താ പറഞ്ഞത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. ഇനി നമുക്ക് കൊച്ചി കോഴിക്കോട് യുദ്ധം എന്താണെന്ന് നോക്കാം. ഈ കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും തമ്മിൽ വളർന്നു വന്ന സൗഹൃദം നമ്മൾ പറഞ്ഞല്ലോ, അവർ തമ്മിലുള്ള സൗഹൃദം. ഈ സൗഹൃദം കോഴിക്കോട് നമ്മുടെ സാമൂതിരിയാണ് അല്ലെ ഭരിക്കുന്നത്. അപ്പൊ സാമൂതിരിയെ എന്ത് ചെയ്യാണ്? അസ്വസ്ഥനാക്കുകയാണ്. എല്ലാ പോർച്ചുഗീസുകാരെയും കൊച്ചിയിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് സാമൂതിരി കൊച്ചി രാജാവിന് സന്ദേശം അയച്ചുവെങ്കിലും കൊച്ചി രാജാവ് എന്ത് ചെയ്യണത്? അവർ തമ്മിൽ നല്ല സൗഹാർദ്ദത്തിലാണ്. ഓക്കെ, അപ്പോ എല്ലാ പോർച്ചുഗീസുകാരെയും കൊച്ചിയിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് സാമൂതിരി പറഞ്ഞ അവർ കേൾക്കോ? ഇല്ല, അത് നിരസിച്ചു. തുടർന്ന് 1503 മാർച്ച് 1 കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ 1503 മാർച്ച് 1 എന്ത് ചെയ്യുകയാണ്? കോഴിക്കോട് സൈന്യം എവിടേക്ക് നീങ്ങുകയാണ്? കൊച്ചിയിലേക്ക് നീങ്ങുകയാണ്. നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ 1503 മാർച്ചിൽ
കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ എത്തുകയും കൊച്ചിയിൽ ഇടപ്പള്ളി കോട്ട പ്രതിരോധിക്കുകയും ചെയ്ത പോർച്ചുഗീസ് നാവികനാണ് എന്തെന്ന് പറയുന്നത്, ആരെന്ന് പറയുന്നത്? ലോറൻസോ മൗറീനോ. 1503 മാർച്ചിൽ കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ എത്തുകയും കൊച്ചിയിൽ ഇടപ്പള്ളി കോട്ട പ്രതിരോധിക്കുകയും ചെയ്ത പോർച്ചുഗീസ് നാവികൻ. കൊച്ചിയിൽ ഇടപ്പള്ളി കോട്ട പ്രതിരോധിക്കുകയും ചെയ്ത പോർച്ചുഗീസ് നാവികനാണ് ലോറൻസോ മൗറീനോ. ആരാണ്? ലോറൻസോ മൗറീനോ. ഓക്കെ. ഇനി ഈ ലോറൻസോ മൗറിനോയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് നൽകിയ സൈന്യം സാമൂതിരിയുടെ സൈന്യത്തെ ചെറുക്കാൻ തുടങ്ങുകയാണ്. ഈ ലോറൻസോ മൗറിനോയുടെ നേതൃത്വത്തിൽ എന്തുണ്ട്? ആ പോർച്ചുഗീസുകാര് അവരെന്ത് ചെയ്യാണ്? കൊച്ചി രാജാവിന് നൽകിയ സൈന്യം സാമൂതിരിയുടെ സൈന്യത്തെ എന്ത് ചെയ്യുകയാണ്? ചെറുക്കാൻ തുടങ്ങി. എന്നാൽ കരവഴിയും അതുപോലെ കടൽ വഴിയുമുള്ള സാമൂതിരിയുടെ സൈന്യത്തെ ചെറുക്കാൻ കൊച്ചിക്ക് കഴിഞ്ഞില്ല. എന്താ സംഭവിച്ചത്? കരവഴിയും കടൽ വഴിയുമുള്ള സാമൂതിരിയുടെ സൈന്യത്തെ ചെറുക്കാൻ ആർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്? കൊച്ചിക്ക് കഴിഞ്ഞില്ല. തുടർന്നുള്ള യുദ്ധത്തിൽ കൊച്ചിയിലെ 3 രാജാക്കന്മാർ എന്ത് ചെയ്യുകയാണ്? മരണപ്പെടുകയാണ്. യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ എളങ്ങുന്നപ്പുഴ ക്ഷേത്രം. ഏതാണ് ക്ഷേത്രം? എളങ്ങുന്നപ്പുഴ ക്ഷേത്രമാണ്. ഓക്കെ. അപ്പൊ യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രം എളങ്ങുന്നപ്പുഴ ക്ഷേത്രമാണ്. ഓക്കെ. അപ്പൊ കാര്യം ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ പറഞ്ഞു 1503 മാർച്ചിൽ കോഴിക്കോട് നിന്ന് കൊച്ചിയിലെത്തുകയും കൊച്ചിയിൽ ഇടപ്പള്ളിക്കോട്ട പ്രതിരോധിക്കുകയും ചെയ്ത പോർച്ചുഗീസ് നാവികനാണ് ലോറൻസോ മൗറിനോ. ലോറൻസോ മൗറിനോയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് നൽകിയ സൈന്യം സാമൂതിരിയുടെ സൈന്യത്തെ ചെറുക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ കരവഴി കടൽ വഴിയുമുള്ള സാമൂതിരിയുടെ സൈന്യത്തെ ചെറുക്കാൻ ആർക്ക് കഴിയുന്നില്ല? കൊച്ചിക്ക് കഴിഞ്ഞില്ല. തുടർന്നുള്ള യുദ്ധത്തിൽ കൊച്ചിയിലെ 3 രാജാക്കന്മാർ എന്ത് ചെയ്യാണ്? മരണപ്പെടുകയാണ്. യുദ്ധഭയത്തെ തുടർന്ന് പിന്നെ കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രമാണ് എളങ്ങുന്നപ്പുഴ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മുസ്ലിം കച്ചവടക്കാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് മിർ ഹുസൈന്റെ നേതൃത്വത്തിൽ അറബിക്കടലിൽ അഥവാ ചൗളി എന്ന സ്ഥലത്ത് വെച്ച് പോർച്ചുഗീസുകാരുടെ കപ്പലുകൾ ആക്രമിക്കുകയും പോർച്ചുഗീസുകാർക്ക് താൽക്കാലികമായി സമുദ്രാധിപത്യം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ എന്താണ്? മുസ്ലിം കച്ചവടക്കാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് മിർ ഹുസൈന്റെ നേതൃത്വത്തിൽ, ആരുടെ നേതൃത്വത്തിൽ? മിർ ഹുസൈന്റെ നേതൃത്വത്തിൽ അറബിക്കടലിൽ, അതായത് ചൗളി എന്ന സ്ഥലത്ത് വെച്ച്, എവിടെ? ചൗളി എന്ന സ്ഥലത്ത് വെച്ച് പോർച്ചുഗീസുകാരുടെ കപ്പലുകൾ ആക്രമിക്കുകയും മുസ്ലിം കച്ചവടക്കാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് മിർ ഹുസൈന്റെ നേതൃത്വത്തിൽ അറബിക്കടലിൽ, അതായത് ചൗളി എന്ന സ്ഥലത്ത് വെച്ച് പോർച്ചുഗീസുകാരുടെ കപ്പലുകൾ ആക്രമിക്കുകയും പോർച്ചുഗീസുകാർക്ക് താൽക്കാലികമായി സമുദ്രാധിപത്യം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി. ഓക്കെ. ഇത് ഒരുപാട് പേരിങ്ങനെ വരുന്നുണ്ട്. ഈ പേരുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. ഇപ്പൊ ഈസി ആയി തോന്നും, അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷെ പിന്നെ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക. അപ്പൊ നിങ്ങൾ ഈ ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുക? നോട്ട് കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ ആളുകളും ഓരോ സമയം വന്നതും ഒക്കെ ഓർഡറിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ ഒരു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പിന്നെ അത് മാറിപ്പോവാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാം. ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആരാണ്? ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി 1505 നിയമിതനായത്. ഇന്ത്യയിലെ നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീല ജലനയം ആവിഷ്കരിച്ച അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയ് ആരെന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അഞ്ചി ദ്വീപ്, കണ്ണൂര്, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. ആരുടെ? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. എന്താ പറയുന്നത്? അഞ്ചി ദ്വീപ്, കണ്ണൂര്, മലാക്ക, കൊച്ചി. ഏതൊക്കെ? അഞ്ചി ദ്വീപ്, കണ്ണൂര്, മലാക്ക, കൊച്ചി. അഞ്ചി ദ്വീപ്, കണ്ണൂര്, മലാക്ക,
കൊച്ചി. ഇവിടങ്ങളിലെ കോട്ടകൾ എന്ത് ചെയ്യുക, ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. അൽമേഡ കണ്ണൂർ കോട്ട, അതായത് സെന്റ് ആഞ്ചലോസ് കോട്ട, അതായത് ത്രികോണ ആകൃതിയിലുള്ള കോട്ട നിർമ്മിച്ചത് 1505-ലാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്നാ വരുന്നത് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് നിയമിതനായത് എന്നാണ് 1505-ലാണ്. അൽമേഡ കണ്ണൂർ കോട്ട, അല്ലെങ്കിൽ അതിനെ സെന്റ് ആഞ്ചലോസ് കോട്ട എന്ന് പറയും, കണ്ണൂർ കോട്ടയെ. പിന്നെ മറ്റൊരു വിശേഷണമാണ് ത്രികോണാകൃതിയിലുള്ള കോട്ട. ഓക്കെ, ത്രികോണാകൃതിയിലുള്ള കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇത് നിർമ്മിച്ചത് 1505-ലാണ്. പോർച്ചുഗീസുകാരുടെ യഥാർത്ഥ ഉദ്ദേശ്യവും താല്പര്യങ്ങളും സാമൂതിരി കൊച്ചി രാജാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും കൊച്ചി രാജാവിന് അത് ബോധ്യപ്പെടുകയും പോർച്ചുഗീസുകാരോട് നീരസമുണ്ടാവുകയും ചെയ്തു. എന്താണ്ടായത്, പോർച്ചുഗീസുകാരുടെ യഥാർത്ഥ ഉദ്ദേശ്യവും താല്പര്യങ്ങളും സാമൂതിരി എന്ത് ചെയ്യുകയാണ്, കൊച്ചി രാജാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും കൊച്ചി രാജാവിന് എന്താവുകയാണ്, കൊച്ചി രാജാവിന് അത് ബോധ്യപ്പെടുകയും പോർച്ചുഗീസുകാരോട് നീരസമുണ്ടാവുകയും ഇഷ്ടക്കേട് ഉണ്ടാവുകയും ചെയ്തു. അപ്പോ അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ സാമൂതിരിയും കോലത്തിരിയുടെ പടയാളികളും ചേർന്ന് പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി സാമൂതിരിയും കോലത്തിരിയുടെ രാജാവിന്റെ പടയാളികളും ചേർന്ന് എന്ത് ചെയ്യാണ്, പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി സെന്റ് ആഞ്ചലോസ് കോട്ട, അതായത് നമ്മുടെ കണ്ണൂർ കോട്ട വളയുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഓക്കെ, നുനോഡ കുൻഹയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് നാവികരെത്തി ഈ ഉപരോധം തടയുകയും ചെയ്തു. പക്ഷെ നുനോഡ കുൻഹയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് നാവികർ ഇങ്ങോട്ട് എത്തുകയാണ്. അങ്ങനെ ഈ ഉപരോധം കോട്ട വളയുന്ന ഈ ഒരു ഉപരോധം എന്ത് ചെയ്യുകയാണ്, തടയുകയും ചെയ്തു. ആരുടെ നേതൃത്വത്തിലുള്ളതാണ്, നുനോഡ കുൻഹ. ആരാണ്, നുനോഡ കുൻഹ. ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയിയായി 1509 അൽബുക്കർക്ക്. അപ്പൊ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആദ്യത്തെ വൈസ്രോയി ആയിട്ട് നിയമിതനായത് 1505. ഇനി 1509 അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയി ആയി നിയമിതനാവുകയും ചെയ്തു. അത്യാവശ്യം ആളുകളൊക്കെ ആയല്ലോ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, അത് കൃത്യമായിട്ട് എഴുതി പഠിക്കാട്ടോ. ഇനി 1503 പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് അതാരാന്ന് ചോദിച്ചാൽ അൽബുക്കർക്കാണ്. 1503 പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് അൽബുക്കർക്കാണ്. 1503 പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് ആരാണ്, അൽബുക്കർക്കാണ് എന്നുള്ളത് കൂടെ എന്ത് ചെയ്യാ, നിങ്ങൾ ഓർത്ത് വെച്ചേക്കാട്ടോ. ഓക്കെ, അപ്പോ ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇത് കണ്ണൂർ കോട്ട അല്ലെങ്കിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതെന്നാണ്, അത് 1505-ലാണ്. അൽബുക്കർക്ക് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചതെന്നാണ്, അത് 1503-ലായിരുന്നു എന്നുള്ളത് അതൊന്ന് ഓർത്തു വെച്ചേക്കുക. പക്ഷെ ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത്, അൽബുക്കർക്ക്. അത് നിയമിതനായത് എന്നാണ്, 1509-ലാണ്. അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഇനി അൽബുക്കർക്ക് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കോഴിക്കോട് നഗരം ആക്രമിക്കാൻ മാർഷൽ കുട്ടിൻഹോവിനെ ഏർപ്പെടുത്തി. അൽബുക്കർക്ക് സ്ഥാനം ഏറ്റെടുത്തു അല്ലെ. അങ്ങനെ അതിനുശേഷം കോഴിക്കോട് നഗരം ആക്രമിക്കാൻ ആരെ ഏർപ്പെടുത്തുകയാണ്, മാർഷൽ കുട്ടിൻഹോവിനെ എന്ത് ചെയ്യാണ്, ഏർപ്പെടുത്തുകയാണ്. മാർഷൽ കുട്ടിൻഹോവിനെ ഏർപ്പെടുത്തുകയാണ്. സാമൂതിരിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടി കുട്ടിൻഹോവ് മരണപ്പെട്ടു. സാമൂതിരിയുടെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി ആര് മരണപ്പെടുകയാണ്, ഈ കുട്ടിൻഹോവ്. അപ്പോ അൽബുക്കർക്ക് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കോഴിക്കോട് നഗരം ആക്രമിക്കാൻ വേണ്ടിയിട്ട് മാർഷൽ കുട്ടിൻഹോവിനെ ഏർപ്പെടുത്തി. സാമൂതിരിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടി ആര് മരണപ്പെടുകയാണ്, ഈ കുട്ടിൻഹോവ് മരണപ്പെടുകയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച് കഴിഞ്ഞു അല്ലെ. ഇനി മാറിപ്പോവരുതേ. ഇനി
ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, വേറെ പല ആളുകളിലേക്കും പോകരുത്. കാരണം അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തി. അതുപോലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നു. വർഷം എന്നാണ് നിയമിതനായത് 1509. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം, അതായത് ഭാരതീയ സ്ത്രീകളെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ വിവാഹം കഴിക്കുന്നതാണ് ഈ പറയുന്ന മിശ്ര കോളനി സമ്പ്രദായം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത്, അൽബുക്കർക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട അല്ലെ, നമ്മളിപ്പോ പറഞ്ഞു 1503 നിർമ്മിച്ച പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത്, അൽബുക്കർക്ക്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ചോദിച്ചാലും ആര് തന്നെയാണ്, അതും ആര് തന്നെയാണ്, അൽബുക്കർക്കാണ്. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക്, ആദ്യം കൊച്ചിയിലായിരുന്നു, പിന്നെ ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി, അത് ചോദിച്ചാലും അൽബുക്കർക്ക് തന്നെയാണ്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി. എന്തൊക്കെ ചെയ്തു, ഇന്ത്യയിൽ സതി നിരോധിച്ചു, അതുപോലെ നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കട്ടോ എന്തെല്ലാം ചെയ്തു എന്നുള്ളത്. ഇനി 1513 ഡിസംബറിൽ, എന്താണ് 1513 ഡിസംബറിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒരു സന്ധി ഉണ്ടാക്കുകയാണ്. ഈ സന്ധിയിലെ വ്യവസ്ഥ അനുസരിച്ച് പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് സാമൂതിരി കൊച്ചിയിലെ നിരക്കിൽ കുരുമുളക് നൽകാൻ സമ്മതം മൂളി. അപ്പൊ 1513 ഡിസംബറിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒരു സന്ധിയിൽ ഏർപ്പെടുകയാണ്. ഈ സന്ധിയിലെ വ്യവസ്ഥ അനുസരിച്ച് പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് സാമൂതിരി എന്ത് ചെയ്യാണ്, കൊച്ചിയിലെ നിരക്കിൽ കുരുമുളക് നൽകാൻ സമ്മതം മൂളി. അൽബുക്കർക്കും സാമൂതിരിയുമാണ് ഈ സന്ധിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടാവുക അല്ലെ. അങ്ങനെ ഇതിനെ കണ്ണൂർ സന്ധി എന്ന് വിളിക്കുന്നു. ഇത് PYQ ആണ്. കണ്ണൂർ സന്ധി ഏത് വർഷാന്ന് ചോദിച്ചിട്ടുള്ളതാണ്. 1513 കണ്ണൂർ സന്ധി എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. പിന്നീട് വന്ന പോർച്ചുഗീസ് വൈസ്രോയിമാർ അശക്തരും അഴിമതിക്കാരുമായിരുന്നു. പിന്നെ വന്നിട്ടുണ്ടായിരുന്ന വൈസ്രോയിമാർ എന്ന് പറയുമ്പോൾ അവരെന്താണ്, അശക്തരാണ്, അതുപോലെ അഴിമതിക്കാരും ആയിരുന്നു. 1516 കൊല്ലം രാജ്ഞിയുമായി ലോപ്പോസോറസ് ഒരു ഉടമ്പടി ഉണ്ടാക്കി. 1516 ഒന്ന് ഓർത്തു വെക്കുക, കൊല്ലം രാജ്ഞിയുമായിട്ട്, കൊല്ലം രാജ്ഞിയുമായിട്ട് ലോപ്പോസോറസ്, ആരാണ് ലോപ്പോസോറസ്, ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഇത് അനുസരിച്ച് പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിലെ നിരക്കിൽ കുരുമുളകും മറ്റ് ചരക്കുകളും കൊല്ലം തുറമുഖത്തു നിന്നും കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ കൊല്ലം രാജ്ഞിയുമായിട്ട് ആരാ ഉടമ്പടി ഉണ്ടാക്കുന്നത്, ലോപ്പോസോറസ്. ഇതനുസരിച്ചിട്ട് അവർക്ക് കൊച്ചിയിലെ നിരക്കിൽ തന്നെ എവിടുന്നും കിട്ടുകയാണ് ചരക്കുകള്, കുരുമുളകും മറ്റു ചരക്കുകളും കൊല്ലം തുറമുഖത്ത് നിന്ന് കിട്ടി. 1524 വാസ്കോഡ ഗാമ വീണ്ടും കേരളത്തിലെത്തി. ഓക്കെ, 1498 പിന്നെ എന്നാ വന്നത്, 1502 വന്നു. പിന്നെ 1524 ആര് വരുന്നുണ്ട്, വാസ്കോഡ ഗാമ എവിടെ എത്തുന്നുണ്ട്, കേരളത്തിൽ എത്തുന്നുണ്ട്. ഓക്കെ, 1524 ഡിസംബർ 24 കൊച്ചിയിൽ വന്ന് അദ്ദേഹം കൊച്ചിയിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, കൊച്ചിയിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യാണ്, മരിക്കുകയാണ് അല്ലെ. 1524 ഡിസംബർ 24 ഓർക്കാൻ ഈസി അല്ലേ, 1524 ഡിസംബർ 24. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി കൊച്ചി, അപ്പോ ആ ഡേറ്റും വർഷം കേട്ടോ, 1524 1524 ഡിസംബർ 24 എന്ത് ചെയ്യാണ്, കൊച്ചിയിൽ വെച്ച് വാസ്കോഡ ഗാമ മരിക്കുകയാണ്. കൊച്ചി നഗരത്തിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് ആദ്യം അദ്ദേഹത്തെ സംസ്കരിച്ചത്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. കൊച്ചി നഗരത്തിലെ ഏത് പള്ളിയിലാണ്, സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് ആദ്യം അദ്ദേഹത്തെ എന്ത് ചെയ്തത്, സംസ്കരിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ആരാണ് ഈ കുഞ്ഞാലിമാർ എന്ന് പറയുന്നത്? കുഞ്ഞാലി മരക്കാരുടെ ഉത്ഭവത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ല.
ഓക്കെ, കുഞ്ഞാലി മരക്കാർ എവിടുന്ന് എങ്ങനെയാണ് ഉത്ഭവിച്ചത്, അവരുടെ ഉത്ഭവത്തെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിവില്ല. അവർ കൊച്ചിയിലെ കടൽ കച്ചവടക്കാരായിരുന്നുവെന്നും എന്താണ് കടൽ കച്ചവടക്കാരായിരുന്നുവെന്നും പോർച്ചുഗീസുകാരുടെ വരവോടെ കൊച്ചി വിട്ട് സാമൂതിരിയുടെ നാട്ടിലെ പൊന്നാനിയിൽ എത്തിയെന്നുമാണ് ഐതിഹ്യം. എന്താണ്, അവർ കൊച്ചിയിലെ കടൽ കച്ചവടക്കാരായിരുന്നുവെന്നും പോർച്ചുഗീസുകാരുടെ വരവോടെ അവർ എന്ത് ചെയ്യാണ്, കൊച്ചി വിട്ടിട്ട് സാമൂതിരിയുടെ നാട്ടിലെ പൊന്നാനിയിൽ, എവിടെയാണ്, പൊന്നാനിയിൽ എത്തിയെന്നുമാണ് ഐതിഹ്യം. പിന്നീട് കുഞ്ഞാലിമാർ സാമൂതിരിയുടെ നാവികസേനയിൽ എന്ത് ചെയ്യുകയാണ്, അംഗമാവുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ കുട്ടി അഹമ്മദ് അലി അതാരാണ്, 1524 കോഴിക്കോട് നാവിക സൈന്യം പോർച്ചുഗീസുകാർക്ക് വൻ നാശം ഉണ്ടാക്കിയത് കുട്ടി അഹമ്മദ് അലിയുടെ നേതൃത്വത്തിലാണ്. 1524 കോഴിക്കോട് നാവിക സൈന്യം പോർച്ചുഗീസുകാർക്ക് വൻ നാശം ഉണ്ടാക്കിയത് ആരുടെ നേതൃത്വത്തിലുള്ളതാണ്, കുട്ടി അഹമ്മദ് അലിയുടെ നേതൃത്വത്തിലാണ്. മിന്നിമായുന്ന ഭാരം കുറഞ്ഞ നൗകകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. മിന്നിമായുന്ന ഭാരം കുറഞ്ഞ നൗകകളാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്, ഉപയോഗിച്ചിരുന്നത്. ഇനി അടിച്ചിട്ട് കടന്നു കളയുക. എന്താണ്, അടിച്ചിട്ട് കടന്നു കളയുക, ഹിറ്റ് ആൻഡ് റൺ എന്ന തന്ത്രം ഇവര് ഉപയോഗിച്ചു. ആരുപയോഗിച്ചു, കുട്ടി അഹമ്മദ് അലി അല്ലെ. അടിച്ചിട്ട് കടന്നു കളയുക, ഹിറ്റ് ആൻഡ് റൺ എന്നുള്ള ആ ഒരു തന്ത്രമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 1525 ഹെൻറി ഡി മെനസസ് കുട്ടി അഹമ്മദ് അലിയെ പന്തലായനി കൊല്ലത്ത് വെച്ച് ആക്രമിച്ചു. എന്താണ്, 1525 ആരാക്രമിക്കുകയാണ് കുട്ടി അഹമ്മദ് അലിയെ, ഹെൻറി ഡി മെനസസ്. ആരാണ്, ഹെൻറി ഡി മെനസസ് കുട്ടി അഹമ്മദ് അലിയെ എവിടെ വെച്ച്, പന്തലായനി കൊല്ലത്ത് വെച്ച് ആക്രമിച്ചു. 1529 1529 ഓരോ വർഷം നോക്കാട്ടോ. 1529 4 വർഷം കഴിഞ്ഞ് നുനോഡ കുൻഹ കേരളത്തിൽ നിയമിതനാവുകയാണ്. നുനോഡ കുൻഹ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, നുനോഡ കുൻഹ എന്ത് ചെയ്തു, കേരളത്തിൽ നിയമിതനായി. നുനോഡ കുൻഹ 1531 ചാലിയം വെട്ടത്ത്, അതായത് താനൂരിൽ പുതിയ ഒരു കോട്ട നിർമ്മിച്ചു. നുനോഡ കുൻഹ 1531 ചാലിയം വെട്ടത്തു പുതിയ ഒരു കോട്ട നിർമ്മിച്ചു. അതായത് താനൂരിൽ എന്ത് ചെയ്യാണ്, നുനോഡ കുൻഹ ഒരു കോട്ട നിർമ്മിച്ചു. ഈ കോട്ടയെ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക്, എന്താണ്, സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിളിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. അപ്പോൾ ഈ ചാലിയം കോട്ടയെയാണ് എന്ത് പറയുന്നത്, സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി. അപ്പൊ ഇത് സ്ഥാപിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചത് നുനോഡ കുൻഹ 1531 എന്നുള്ളതും കൂടെ ഓർത്തു വെച്ചേക്കാം. ഇനി 1540 സാമൂതിരി പോർച്ചുഗീസുകാരുമായി ഒപ്പിട്ട ഉടമ്പടിയിലെ വ്യവസ്ഥകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, 1540 സാമൂതിരി പോർച്ചുഗീസുകാരുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. അതിലെ വ്യവസ്ഥകൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ, തന്റെ രാജ്യത്തുണ്ടാക്കുന്ന കുരുമുളക് കൊച്ചിയിലെ നിരക്കിൽ നൽകണം. എന്താ പറയുന്നത്, തന്റെ രാജ്യത്തുണ്ടാക്കുന്ന കുരുമുളക് കൊച്ചിയിലെ നിരക്കിൽ എന്ത് ചെയ്യണം, നൽകണം. ഇനി അറബിക് കപ്പലിന് പോർച്ചുഗീസുകാരുടെ കാർട്ടസ് നിർബന്ധമാണ്. തന്റെ രാജ്യത്തുണ്ടാക്കുന്ന കുരുമുളക് 1540 സാമൂതിരി പോർച്ചുഗീസുകാരുമായി ഒപ്പിട്ട ഉടമ്പടിയിലെ വ്യവസ്ഥകളാണ്, തന്റെ രാജ്യത്തുണ്ടാക്കുന്ന കുരുമുളക് കൊച്ചിയിലെ നിരക്കിൽ അവർക്ക് നൽകണം. അതുപോലെ അറബിക് കപ്പലിന് പോർച്ചുഗീസുകാരുടെ കാർട്ടസ് എന്താണ്, നിർബന്ധമാണ്. സാമൂതിരി മറ്റ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുമ്പോൾ നിഷ്പക്ഷത പാലിക്കണം. ഇവര് ഒപ്പിട്ട ഓരോരോ ഉടമ്പടികളാണ്. സാമൂതിരി മറ്റ് രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നിഷ്പക്ഷത പാലിക്കണം. അങ്ങനെ 1540 സന്ധിയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, പൊന്നാനി സന്ധി എന്ന് പറയുന്നത്. അപ്പൊ വർഷം എന്നാണ് പൊന്നാനി സന്ധി, നമ്മളൊരു കണ്ണൂർ സന്ധി പഠിച്ചല്ലോ, 1513 ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ 1540 ഈ സന്ധിയെ എന്താ വിളിക്കുന്നത്, പൊന്നാനി സന്ധി. സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവരായിരുന്നു ആരെന്ന് പറയുന്നത്, കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നു. ഇനി കുഞ്ഞാലിമാരുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ പുതുപ്പണംകോട്ട, അതായത് കോട്ടക്കൽ.
കുഞ്ഞാലിമാരുടെ ആസ്ഥാനം പുതുപ്പണംകോട്ട അല്ലെങ്കിൽ എവിടെയാണ്, കോട്ടക്കലാണ് എന്നുള്ള ഓർത്ത് വെച്ചേക്കാം. കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, കുഞ്ഞാലി മരക്കാർ ആരാണത്, ഒന്നാമനാണ്. ഇനി കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ ആരാണ്, കുട്ടി പോക്കർ അലി. അപ്പൊ കുട്ടി അഹമ്മദ് അലി, കുട്ടി പോക്കർ അലി. മൂന്നാമനായിരുന്നു പട്ടുമരക്കാർ. ആരായിരുന്നു, പട്ടുമരക്കാർ. കുഞ്ഞാലി മരക്കാർ നാലാമന്റെ യഥാർത്ഥ നാമം മുഹമ്മദ് അലി മരക്കാർ. അപ്പൊ ആരൊക്കെയാണ്, കുട്ടി അഹമ്മദ് അലി, കുട്ടി പോക്കർ അലി. അത് ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചാൽ മതി കേട്ടോ. ആ ഓർഡറിൽ അറിയാത്തതാണെങ്കിൽ ഓർഡറിൽ എഴുതി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവില്ല. ഓക്കെ. അപ്പൊ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ കുട്ടി അഹമ്മദ് അലി, കുഞ്ഞാലി മരക്കാർ രണ്ടാമന്റെ യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലി, കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ യഥാർത്ഥ നാമം എന്താണ്, പട്ടുമരക്കാർ മുഹമ്മദ് അലി മരക്കാറാണ് കുഞ്ഞാലി മരക്കാർ നാലാമന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി കുഞ്ഞാലി മരക്കാറും എന്താണ്, കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി കാണുന്നില്ല അല്ലെ, കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട. അപ്പം ആ വർഷം നമ്മൾ പറഞ്ഞില്ലായിരുന്നു അല്ലെ, 1531 പോർച്ചുഗീസുകാർ എന്ത് ചെയ്തത്, ഈ കോട്ട അല്ലെ, ചാലിയം കോട്ട പണി കഴിപ്പിച്ചത് അല്ലെ. അപ്പോൾ ഇത് 1531 എന്നുള്ള കൃത്യമായിട്ട് പഠിക്കുക, ചോദിച്ചിട്ടുള്ളതാണ്. ചാലിയം കോട്ട പണി കഴിപ്പിച്ച വർഷം എന്താണ്, 1531. ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ന്യൂനോ ഡാ കുൻഹ. ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആണ് ആരെന്ന് പറയുന്നത്, ന്യൂനോ ഡാ കുൻഹ. സാമൂതിരിയിൽ നിന്നും പുതുപ്പണത്ത് ഒരു കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നേടിയത് കുഞ്ഞാലി മൂന്നാമൻ എന്നറിയപ്പെടുന്ന പട്ടുമരക്കാർ. സാമൂതിരിയിൽ നിന്നും പുതുപ്പണത്ത് ഒരു കോട്ടയും അതുപോലെ പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നേടിയത് കുഞ്ഞാലി മൂന്നാമൻ എന്നറിയപ്പെടുന്ന പട്ടുമരക്കാർ. മരക്കാർ കോട്ട അഥവാ പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. മരക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട എന്ത് ചെയ്തത്, നിർമ്മിച്ചത് ആരാണ്, കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി AD 1571 ചാലിയൻകോട്ട പിടിച്ചെടുക്കുകയും പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തതും കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. AD 1571 എന്ത് ചെയ്യാണ്, ഈ ചാലിയൻകോട്ട പിടിച്ചെടുക്കുകയാണ്, പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് എന്നുള്ളത് കൂടെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. ഇനി ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. അതാരാണ്, അപ്പൊ ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ എവിടെ വെച്ച് വധിക്കുകയാണ്, ഗോവയിൽ വെച്ച് 1600 വധിക്കുകയാണ്. ഓക്കെ. കുഞ്ഞാലിമാരുടെ സ്മരണക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി അല്ലെ. മുംബൈ ഇതുള്ള ആസ്ഥാനമായിട്ടുള്ള INS കുഞ്ഞാലിയാണ് കുഞ്ഞാലിമാരുടെ സ്മരണക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം INS കുഞ്ഞാലി. കിട്ടിയോ, INS കുഞ്ഞാലി. കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം, ഇതൊക്കെ എന്താണ് ഒന്ന് ഓർത്തു വച്ചേക്കുക, 2000 കേട്ടോ. അപ്പൊ കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000. ഇനി കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1600. കുഞ്ഞാലിമാരുടെ സ്മരണക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി INS കുഞ്ഞാലി എന്ന് പറയുന്നത്. ഇനി കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000 എന്ന് പറഞ്ഞു. കുഞ്ഞാലി മരക്കാർ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാം, അത് ഇരിങ്ങൽ, വടകരയിലെ ഇരിങ്ങലാണ് കുഞ്ഞാലി മരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വടകര ഇരിങ്ങൽ കേട്ടോ. ഇനി പോർച്ചുഗീസുകാരിൽ നിന്നും മലയാള ഭാഷ സ്വീകരിച്ച പദങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാല്, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യമാണ്. മേസ്തിരി, അതുപോലെ ചാവി, വികാരി, ബെഞ്ച്,
ഇതൊക്കെ പോർച്ചുഗീസുകാരിൽ നിന്നും മലയാള ഭാഷ സ്വീകരിച്ച പദങ്ങളാട്ടോ. മേസ്തിരി, ചാവി, വികാരി, ബെഞ്ച്, ചായ, റാന്തല്. ചായ ഒന്നും നമ്മുടേതല്ല, പോർച്ചുഗീസുകാരുടേതാണ്. അതുപോലെ ജനല്, മുറം, പതക്കം, ഫാക്ടറി, മേശ, കസേര, കുശിനി, വരാന്ത, പിന്നെന്താണ് വരാന്ത, വാതില്, അലമാര, അൾത്താര, സെമിത്തേരി എല്ലാം ഉണ്ട് ല്ലേ. ലേലം, കപ്പിത്താന്, കുരിശ്, ഡെസ്ക്, ദോശ, കുമ്പസാരം, ഗോഡൌൺ, ഇതൊക്കെ ഉണ്ട് ട്ടോ. ഓക്കെ, ഇനി ശാസ്ത്രീയമായ കൃഷിരീതി പോർച്ചുഗീസുകാർ ആവിഷ്കരിച്ചു. ശാസ്ത്രീയമായിട്ടുള്ള കൃഷിരീതിയും എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ ആവിഷ്കരിച്ചു. പോർച്ചുഗീസുകാരുടെ അധപ്പതനമാണ് ഇനി നോക്കാനുള്ളത്. പോർച്ചുഗീസുകാർ അഴിമതിക്കാരും സ്വജനപക്ഷക്കാരുമായിരുന്നു അല്ലെ, നമുക്കറിയാം. അപ്പൊ എന്താണ്, പോർച്ചുഗീസുകാരെന്താണ്? അഴിമതിക്കാരായിരുന്നു, സ്വജനപക്ഷക്കാരും ആയിരുന്നു. പോർച്ചുഗീസുകാരുടെ യഥാർത്ഥ ശക്തി അവരുടെ നാവിക ബലമായിരുന്നു. അവരുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ നാവിക ബലമായിരുന്നു എന്നുള്ളതാണ്. ഇനി അത് പിന്നീട് മറ്റ് യൂറോപ്യൻ ശക്തികൾക്ക് കിട്ടിയതോടെ പോർച്ചുഗീസുകാരുടെ മേധാവിത്വം കുറഞ്ഞു. പോർച്ചുഗീസുകാർ ക്രൂര മത നിയമങ്ങൾ, എന്താണ് ക്രൂര മത നിയമങ്ങൾ എന്ത് ചെയ്യുകയാണ്? കൊണ്ടുവരികയും ചെയ്തു. ഇത് പോർച്ചുഗീസുകാരുടെ അധപതനത്തിന് കാരണമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പോർച്ചുഗീസുകാർ എന്തുകൊണ്ടാണ് ക്രൂര മത നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു? ഇത് പോർച്ചുഗീസുകാരുടെ അധപതനത്തിന് കാരണമായി. അപ്പോൾ അവർ അഴിമതിക്കാരായിരുന്നു, സ്വജനപക്ഷക്കാരായിരുന്നു. അവരുടെ യഥാർത്ഥ ശക്തി അവരുടെ നാവിക ബലമായിരുന്നു. പക്ഷെ മറ്റ് യൂറോപ്യൻ ശക്തികൾക്ക് ഈ നാവിക ബലമൊക്കെ കിട്ടിയതോടെ ഇവരുടെ മേധാവിത്വം കുറഞ്ഞു. പോർച്ചുഗീസുകാർ ക്രൂര മത നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഇതും പോർച്ചുഗീസുകാരുടെ അധപതനത്തിന് കാരണമായി. ഓക്കെ ആണല്ലോ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് ഉദയം പേരൂർ 1599. എന്താ ഇത് നോക്കാം നമുക്ക്. 1599 ട്ടോ, വർഷം നോട്ട് ചെയ്യാം. കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ റോമൻ സഭയുടെ ആധിപത്യത്തിൽ കൊണ്ടുവരികയായിരുന്നു സുനഹദോസിന്റെ ലക്ഷ്യം. ഉദയം പേരൂർ സുനഹദോസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ റോമൻ സഭയുടെ ആധിപത്യത്തിൽ കൊണ്ടുവരിക എന്നതായിരുന്നു സുനഹദോസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. ഇനി കൂനൻ കുരിശു കലാപം, ആ വർഷം നോട്ട് ചെയ്യണം കേട്ടോ. എന്താ, ഉദയംപേരൂർ സുനഹദോസ് 1599. ഇനി കൂനൻ കുരിശു കലാപം ഈ വർഷവും പിവയ്ക്കാണ് 1653. മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിന്റെ മുമ്പിൽ നിന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ ഇനി മുതൽ ലത്തീൻ ബിഷപ്പുമാരെയോ റോമിലെ മാർപ്പാപ്പയോ അനുസരിക്കില്ലെന്നും ശപഥം ചെയ്തു. മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിന്റെ മുമ്പിൽ നിന്ന്, എവിടെ? മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിന്റെ മുമ്പിൽ നിന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ എന്തെയാണ്? ഇനി മുതൽ ലത്തീൻ ബിഷപ്പുമാരെ റോമിലെ മാർപ്പാപ്പയോ അതുപോലെ ഇങ്ങനെ ഒന്നുകൂടെ പറയാം. മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിന്റെ മുമ്പിൽ നിന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ ഇനി മുതൽ ലത്തീൻ ബിഷപ്പുമാരെയോ അല്ലെങ്കിൽ റോമിലെ മാർപ്പാപ്പയെയോ അനുസരിക്കുകയില്ലെന്നും അത് ശപഥം ചെയ്യുകയാണ് അവര്. തോമസ് കോട്ട അല്ലെങ്കിൽ പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊല്ലത്താണ്. തോമസ് കോട്ട അല്ലെങ്കിൽ പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. ഗോതിക് വാസ്തുവിദ്യ ശൈലി കൊണ്ടുവന്നു. ഓക്കെ, ഗോതിക് വാസ്തുവിദ്യ ശൈലി ഇവര് കൊണ്ടുവന്നു. ഓക്കെ ആണല്ലോ. കേരളത്തിൽ ആദ്യമായി അച്ചടി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. എവിടെയായിരുന്നു? വൈപ്പിനിലായിരുന്നു ആ അച്ചടിശാല. 1577 ഗോതിക് വാസ്തുവിദ്യ ശൈലി കൊണ്ടുവന്നു. അതുപോലെ കേരളത്തിൽ ആദ്യമായി അച്ചടി കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. വൈപ്പിനിലായിരുന്നു ആ അച്ചടി ശാല എന്ന് പറയുന്നത്. എവിടെ? 1577 വൈപ്പിനിലായിരുന്നു ആ അച്ചടിശാല എന്ന് പറയുന്നത്. 1577 പൂർണ്ണമായും മലയാളം അച്ചടിച്ചിരുന്ന അച്ചടിശാലയാണ് CMS പ്രസ് അഥവാ ബെഞ്ചമിൻ ബെയ്ലിയുടെ CMS പ്രസ്. പൂർണ്ണമായിട്ടും എന്താണ്? മലയാളം അച്ചടിച്ചിരുന്ന അച്ചടിശാലയാണ്. വർഷം എന്നാണ്? 1821. 1821 പൂർണ്ണമായിട്ടും എന്ത് ചെയ്തേക്കാം? മലയാളം അച്ചടിച്ചിരുന്ന അച്ചടിശാലയായിരുന്നു CMS പ്രസ്. ഓക്കെ, ബെഞ്ചമിൻ ബെയ്ലിയുടെ CMS പ്രസ് 1821. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഈ ഒരു
ഇതിൽ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ എന്താ വിശദമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എന്താ പറയുക നമ്മുടെ റാങ്ക് ഫയലിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്താ വായിക്കണം എന്നുള്ളവർക്ക് അതും വായിക്കാം. ഇതെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ PYQ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. എന്താ അപ്പം എന്ത് ചെയ്യാം, ഇത് കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം എക്സാം ഉണ്ടാവും നമുക്ക് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ. അത് പോയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ശരി, താങ്ക് യു.